ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സഞ്ജൗലി മസ്ജിദ് വളഞ്ഞ് വലിയ രീതിയിലുള്ള ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ ആരംഭിച്ച പ്രതിഷേധം ഇന്നും തുടരുന്നു. ഇന്നലെ അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു. ഇന്നും സമാനമായ രീതിയിലേക്ക് ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ മസ്ജിദ് നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസ് 10 വർഷമായി കോടതിയിൽ നടക്കുന്നു. ഈ മസ്ജിദിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരു രേഖകളും ഹാജരാക്കാൻ വഖഫ് ബോർഡിന് പോലും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ വഖഫ് ബോർഡ് ഇടപെട്ട് ഇവിടുത്തെ ഇമാമിനെ മാറ്റിയതായിട്ട് വഖഫ് ബോർഡിൻ്റെ സംസ്ഥാന ഓഫീസർ കുതുബുദ്ദീൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് ജനം അടങ്ങാൻ തയ്യാറില്ല. കാരണം ഈ മസ്ജിദ് 4 നിലകളിലായി പണിതുയർത്തുകയും ഇവിടേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരായ റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് താമസിപ്പിക്കുകയും ഇവർ പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ശല്യം ചെയ്തു തുടങ്ങിയപ്പോഴാണ് പ്രദേശത്തുള്ള ജനങ്ങൾ സംഘടിക്കുകയും ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു വ്യവസായിയെ ഈ മസ്ജിദിനുള്ളിൽ നിന്നുള്ളവർ ആക്രമിക്കുകയായിരുന്നു. കാരണം ഇവർ പറയുന്നത്, അവിടുത്തെ കൂടിയ ജനം പറയുന്നത്, ഈ മസ്ജിദിലുള്ളവരാരും തന്നെ ഹിമാചൽ പ്രദേശിൽ പോലും ഉള്ളവരല്ല. കാരണം ഇവർ വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഹിമാചലിലെ ലോക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 1000-ലധികം പേർ ഇവിടെ വന്നു പോകുന്നുണ്ട് പുറത്തു നിന്നുള്ളവർ. ഏതാണ്ട് റോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശി മുസ്ലിങ്ങളും അടക്കമുള്ളവരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അനധികൃതമായി ഈ മസ്ജിദ് പൊളിച്ചേ തീരൂ. കാരണം ഇതിന് നിർമ്മാണ പ്രവർത്തനത്തിന് യാതൊരു അനുമതിയും ഇവിടുത്തെ മുനിസിപ്പൽ അധികൃതർ നൽകിയിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് കോൺഗ്രസും മറുഭാഗത്തേക്ക് BJPയും ഏറ്റുപിടിച്ചതോടെ ഇത് രാഷ്ട്രീയപരമായി ഒരു വലിയ ചർച്ചയായി മാറുകയാണ്. ഏതായാലും ഈ വഖഫ് ബോർഡ് ഇപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുകയും പ്രശ്നം തീർക്കാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് എങ്ങനെ തീരുമെന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ നിലകൾ പൊളിക്കുക മാത്രമല്ല, മസ്ജിദ് പൂർണ്ണമായി പൊളിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഷിംലയിൽ നിയമസഭാ മന്ദിരം വളയുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.